വെള്ളത്തിലിറങ്ങാൻ പേടിച്ചിരുന്ന കുരുന്നുകൾ വിശാലമായ കുളത്തിന്റെ ആഴങ്ങളിൽ പരൽമീനിനെ പോലെ നീന്തി തുടിച്ചത് വെറും അരമണിക്കൂർ കൊണ്ടായിരുന്നു. ഇത് കണ്ടുനിന്ന രക്ഷിതാക്കളിൽ ആശങ്കയുളവാക്കിയെങ്കിലും പരിശീലകൻ നിസാർ അഹമ്മദ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. വളവന്നൂർ പഞ്ചായത്ത് താനൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് പഞ്ചായത്തിലെ LP UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ പരിശീലനത്തിന്റെ വേദിയിലായിരുന്നു ഈ രംഗങ്ങൾ അരങ്ങേറിയത്. കന്മനം പാറക്കൽ കരിപ്പാം കുളത്തിലായിരുന്നു പരിശീലനം. കുട്ടികൾക്ക് സുരക്ഷാ സംവിധാനങ്ങളും സേഫ്റ്റി കണ്ണടയും ക്യാപ്പും നൽകിയിരുന്നു. 2019-20 സാമ്പത്തിക വർഷത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. നീന്തൽ പഠനം ജീവിതത്തിൽ നിർബന്ധമായും പരിശീലിക്കേണ്ട ഒന്നാണ്. നാട്ടിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രളയ ദുരന്തങ്ങൾ നമ്മെ ഇത് ബോധ്യപ്പെടുത്തുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ ചെറുപ്രായത്തിൽ തന്നെ എല്ലാവരും നീന്തൽ പഠിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളിൽ അധികവും നീന്തൽ വശമില്ലാത്തവരാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരിശീലന പദ്ധതികൾ നടപ്പാക്കുന്നത്. 2 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ 14 സ്കൂളുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികളാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പദ്ധതിയിൽ പങ്കെടുക്കുന്നത്. താനൂരിലെ നിസാർ അഹമ്മദാണ് പരിശീലകൻ. ചെറുവന്നൂർ GM-LP സ്കൂളിലെ HM സഫിയ മയ്യേരിയാണ് പരിശീലന കോർഡിനേറ്റർ. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സുലൈഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK സാബിറ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനി പടിയത്ത്, AK മുജീബ് റഹ്മാൻ, അനീഷ കടലായി, ഫൗസിയ കപൂരത്ത്, നൌഷജ പോക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പദ്ധതി നീന്തൽ പരിശീലനം നടപ്പാക്കുന്നത്. നമ്മളെ പഞ്ചായത്തിലെ 14 സ്കൂളുകളിലെയും LP UP ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ 2 പ്രളയം ഉണ്ടായി. അതിൽ നമുക്ക് രക്ഷ നേടാൻ ഉള്ള ഇനിയും നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് അവർക്ക് രക്ഷ നേടാനുള്ളൊരു മാർഗം കൂടെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ തന്നെ നീന്തൽ നന്നായി അറിയാവുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് നീന്തലോ കുളമോ ഒന്നും കണ്ടു പരിചയമില്ല. അപ്പം നമ്മുടെ പഞ്ചായത്തിലെ 7-ാം വാർഡിലെ കരിപ്പാങ്കുളത്താണ് നമ്മൾ ഈ നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികൾ 100-ലധികം കുട്ടികൾ ഈ പരിശീലനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്.